ഒന്ന് സെന്റ് ആൻഡ്രോസ് ബീച്ച് വരെ പോയിട്ടില്ല. കുറച്ച് നാളാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട്. ഒറ്റയ്ക്കല്ല, കുറച്ച് കുമാരും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും പോയി പിക്ക് ചെയ്തിട്ട് പോയി നോക്കാം. അല്ലെ പറയല്ലേ സെന്റ് ആൻഡ്രോസ് ബീച്ചിനെ പറ്റിയുള്ള വിശേഷം പറയലിയാ? നമ്മളെ കഴക്കൂട്ടത്തിന് തൊട്ടടുത്തുള്ള ഒരു ബീച്ചാണ്. ആശിക്ക പറയലിയാ സെന്റ് ആൻഡ്രോസ് ബീച്ചിനെ പറ്റിയുള്ള വിശേഷം? സൂപ്പർ. കടലുണ്ട്, കായലുണ്ട്. കായല് പെരുമാതുറ ഇതൊന്നുമില്ല എന്ന് പറയുമ്പോ നമ്മുടെ ഈ എന്തെന്ന് പറയില്ല, കര ഈ മണലുകളൊന്നുമില്ല, നേരെ കടലാണ്, ഡയറക്റ്റ് കടലാണ്. പക്ഷേ കയറി കിടക്കുകയാണ്. പിന്നെയുള്ള കോവളമാണ്. പിന്നെ കുറച്ച് നമുക്ക് ദൂരം ഉണ്ട് ഇവിടെ നിന്ന്, വർക്കല. പക്ഷെ നമുക്ക് തൊട്ടടുത്താണ് ഇത്. അത് സത്യം, നമുക്ക് എപ്പോഴാണെങ്കിലും വരെയും ചെയ്യാൻ തൊട്ടടുത്താണ്. നൈസാണ്, ആൾക്കാരുണ്ട്, ഫാമിലീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആഷികേ ഇവിടെ ഞണ്ട് പിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞണ്ട് കിട്ടുമോ? രണ്ട് കിട്ടും. കിട്ടും. എവിടെ ഞണ്ട് കിട്ടുള്ളൂ? ഇവിടെ എവിടെ ഞണ്ടിനെ കാണിച്ചോളൂ. ഞാൻ ആ സൈഡിൽ നമുക്ക് അതല്ല ഓക്കെ. ഇപ്പൊ ഞണ്ടുണ്ടെന്നാണ് പറയണത്. ഇത് ആശി കുടിച്ച ഞണ്ടാണ്. അത് ആശിക്കിന്റെ ഞണ്ടാണ്. അത് ആശിക്കിന്റെ പേര് തന്നെ ഇരിക്കട്ട്.